എന്തെങ്കിലും അതിയായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മളത് എങ്ങനെയും നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതെ, പരിശ്രമിക്കും, അതിനുള്ള വഴികൾ കാണും അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ സ്വന്തമാക്കിയ ഒരു സാധനമാണ് നമ്മളിപ്പോൾ എടുത്ത നമ്മുടെ കാറ് XUV 700. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം കാണും, ഇത് നമ്മളിപ്പോൾ യൂട്യൂബിലുള്ളതുകൊണ്ട് നമ്മൾ യൂട്യൂബ് റവന്യൂ കൊണ്ട് നമ്മൾ വാങ്ങിയ കാറാണോ അതോ നമ്മൾ സ്വന്തം കാശുമായിട്ട് വാങ്ങിയതാണോ, അങ്ങനത്തെ കുറച്ച് ഡൗട്ട് എന്തായാലും കാണുന്ന പലർക്കും തോന്നാം. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ വണ്ടി സ്വന്തമാക്കിയത്, നമ്മൾ യൂട്യൂബ് റവന്യൂ ആണോ അതോ നമ്മൾ സ്വന്തം കാശാണോ, എങ്ങനെയാണ് നമ്മൾ സ്വന്തമാക്കിയത്, പിന്നെ നമ്മൾ മോണിറ്റൈസ് ആയോ, നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അപ്പോൾ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അടിപൊളിയില്ലേ, ഒരു കൽത്തൂണിൻ്റെ നിൽക്കുന്നത്. അപ്പം ഇത് നല്ല കിടില ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഉടനെ വരുന്നതാണ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിരുന്നു, അതായത് നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ ഈ കാർ, അതായത് XUV 700 എന്നുള്ള ഒരു കാർ നമ്മൾ ചൂസ് ചെയ്തു എന്നുള്ളത്, എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത്, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. അതിന്റെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. അതായത് മഹീന്ദ്രയുടെ 2 കുഞ്ഞുങ്ങളെ പോലെയാണ്, ഒന്ന് താർ, നമ്മൾ അതിനകത്ത് താർ ബോക്സിനെ പറ്റി എക്സിനെ പറ്റിയാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ടും അതിന്റെ രീതിയിൽ മികച്ച വണ്ടികളാണ്. അപ്പൊ നമ്മൾ ഒരു കമ്പാരിസൺ അല്ല ഒരിക്കലും ചെയ്തത്. ഞങ്ങൾ എന്തുകൊണ്ട് XUV 700 പേഴ്സണൽ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി സെലക്ട് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് പറഞ്ഞത്. അത് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 years ആവുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക, വീഡിയോസും ഷോർട്സും ഒക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മൾ മനുഷ്യരല്ലേ, ഇപ്പോൾ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടയ്ക്ക് ഒരു 3-4 months നമുക്കൊരു ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീച്ച് ആണ് എല്ലാം. അപ്പം നമുക്ക് ഈ റീച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് ഇതിൽ ടൈം സ്പെൻഡ് ചെയ്ത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പോകുന്നതും വരുന്നതും ഒക്കെ നമ്മൾ സമയം കണ്ടുപിടിച്ച്, ഈ ഹോളിഡേയ്സ് അങ്ങനത്തെ ദിവസങ്ങൾ കണ്ടുപിടിച്ച് ബാക്കിയുള്ളതൊക്കെ മാറ്റി അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നതും അതുപോലെ എഡിറ്റിങ്ങും അതിന്റെ കാര്യങ്ങളും എല്ലാം. നമ്മുടെ ഫീൽഡ് അല്ല ഇത്, പക്ഷെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ്, ഒരു പാഷൻ കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ബാക്ക് ടു സീറോ ആവും. അതായത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോയി പിന്നെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങണം. അതെ, അങ്ങനെ ഞങ്ങൾ ഈ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഇങ്ങനെ കൂട്ടി വന്ന സമയത്താണ് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3-4 monthsോളം നമുക്കൊരു എന്താ പറയുക പഠിക്കേണ്ടി വന്നു. വീഡിയോസ് ഒന്നും തന്നെ ഇടാൻ പറ്റിയില്ല, ഷോർട്സും ഇടാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ റീച്ച് കുറച്ചും കൂടി പോയി. അപ്പോൾ ആ സമയം നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഏകദേശം അടുക്കാറായ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ മെയിൻലി ഞങ്ങൾ 2 പേരുമാണ് ഇതിൽ ചെയ്യുന്നത്, വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കി ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ലാത്ത സാധനമാണ്. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ബ്രേക്ക് പോലെ വന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 3-4 months ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പം ആ സെരിക്കൂട്ടി വെച്ചിരുന്ന അവേഴ്സും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വന്നായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തെങ്കിലും നമുക്ക് പിന്നെ ആ ടാർഗറ്റിലോട്ട് എത്താനായിട്ട് പിന്നെ നമുക്ക് കുറേ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇവർ പറയുന്ന മോണിറ്റൈസേഷന് വേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 മണിക്കൂറും 4000 മണിക്കൂറും പിന്നെ 500 സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ എങ്ങാണ്ടൊരു ക്രൈറ്റീരിയ ആണ് പറയുന്നത്. പക്ഷേ ഈ 4000 hours എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ വേണം കേട്ടോ. അതിപ്പം നമ്മൾ 2 വർഷം തൊട്ടില്ല 3 വർഷം വെച്ചിട്ട് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ 4000 മണിക്കൂർ ഈ 2 വർഷം, ഈ ഒരു വർഷത്തിനുള്ളിൽ, ലാസ്റ്റ് 365 days ആണ് അവരെടുക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ എടുത്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അവേഴ്സ് വന്നിട്ട് നമുക്ക് പറ്റാവുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പ്രശ്നം കാരണം നമുക്കത് പോവുക തന്നെ ചെയ്തു. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴും നമ്മൾക്ക് എന്താ പറയാ, പിന്നെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് പേഴ്സണൽ കാര്യങ്ങളും പ്രയോറിറ്റീസ് വരുമ്പോൾ നമുക്ക് ഇത് താന്നു പോകും ശരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിപ്പ് വന്നു, പിന്നെ ഡിപ്പ് ഹൈ അങ്ങനെ പോവാണ്. അപ്പൊ ആ ഒരു റിതം കിട്ടുന്നില്ല. അതെ, മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഏകദേശം ഒരു 2 വർഷത്തെ കാൽക്കുലേഷനിലൊക്കെ ഒടുവില്ല. അപ്പം അതിൻ്റെ ഒരു പ്രൈസും ഇതും എല്ലാം വെച്ച് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആകെ കൂടെ ഞങ്ങൾ കുറേ ഇങ്ങനെ ആലോചിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാ അറിയാം നമ്മൾ എത്ര നാളെടുത്തു ഇതിലൊരു തീരുമാനം എത്താനെന്ന് വേണ്ടിയിട്ട്. അതിന്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്രൈസും കൂടെയാണ്. സാധനം എടുത്താലും അതിന്റെ ഒരു ബെസ്റ്റ് മോഡൽ എടുത്തില്ലെങ്കിൽ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടില്ല. അപ്പൊ നമ്മളിപ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള ഫീച്ചർ എടുത്താലും അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പം അതിന്റെ താഴെ എടുത്താലും ചെറിയ ഫീച്ചേഴ്സ്
മിസ്സിംഗ് ആവും, നമുക്ക് എപ്പോഴും അതിങ്ങനെ മനസ്സിൽ കിടക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തെടുത്താലും ചെറുതെടുക്കണമെന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹം മാറി മാറി പറഞ്ഞു വരുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിയിലോട്ട് പോയപ്പോഴും നമ്മൾ ഒരു 2 years നമ്മളിങ്ങനെ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ അലയാനുള്ളൊരു മെയിൻ കാര്യം. പിന്നെ അതിൻ്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ലല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ റീപേയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കൺസേൺ ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു 2 years തന്നെ എടുക്കാനുള്ളൊരു കാര്യം. പക്ഷെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു നമ്മൾ പൈസ വെച്ച് നമ്മുടെ നമ്മളിപ്പം അത് എടുക്കാതെ നമ്മളിങ്ങനെ ആഗ്രഹം മനസ്സിൽ വെച്ച് ഇങ്ങനെ വണ്ടി റോഡിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അതെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം, കാരണം നമ്മൾ റിസ്ക് എടുക്കാതെ നമുക്ക് ലൈഫില്ലല്ലോ അല്ലേ. അതിന്റെ ഒരു ത്രില്ല് വേറൊരു ഇതാണ്. അപ്പം അത് എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുക്കേണ്ടാത്തവർക്ക് എടുക്കാതിരിക്കാം. കാൽക്കുലേറ്റഡ് റിസ്ക്. അപ്പം അങ്ങനെ വിചാരിച്ചു നമ്മൾ എന്തുകൊണ്ട് നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയതാണ് ഇത്. അപ്പം നമ്മളുടെ ചാനൽ ആക്ച്വലി ഇത് പറഞ്ഞ് നമുക്ക് മോണിറ്റൈസ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വണ്ടി എടുത്ത് നമ്മുടെ പൈസ കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്വന്തം പൈസ നമ്മൾ ആരെയും കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തേക്കുന്നത്. അതെ, അപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇതുവരെ ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല. എന്താ പറയുക, നിർഭാഗ്യവശാൽ കിട്ടി തുടങ്ങിയിട്ടില്ല, ഇതുവരെ നമുക്കത് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം ബേസിക്കലി നമ്മുടെ വണ്ടി നമ്മുടെ സ്വന്തം കാശ് കൊണ്ട് നമ്മൾ എടുത്തതാണ്. അതെ, അപ്പം കുറച്ച് പേർക്കെങ്കിലും കാണുമായിരിക്കും ഇപ്പൊ യൂട്യൂബിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു സംശയം തോന്നാം, യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ടാണോ. പക്ഷേ ഞങ്ങൾ പറയുകയാണ് അങ്ങനെയല്ല. അപ്പം നമുക്ക് ഇതുവരെ മോണിറ്റൈസ് ആക്കിയെടുക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.